ഹായ് എവ്രിവൺ, എല്ലാവർക്കും ഈ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലേൺ ഇംഗ്ലീഷ് ത്രൂ ന്യൂസ് പേപ്പറിൻ്റെ 24-ാമത്തെ അധ്യായമാണ്. ഇതിന് മുന്നത്തെ അധ്യായങ്ങൾ കാണാത്തവർ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഗവർണേഴ്സ് ഡിലേയിങ് ക്രൂഷ്യൽ ബിൽസ് എ മാറ്റർ ഓഫ് കൺസേൺ സെയ്സ് SC സുപ്രീം കോർട്ട്. അപ്പോൾ ഈ വാർത്തയിൽ എന്താണ് ഹെഡ്ലൈൻ പറയുന്നത് നോക്കൂ. ഗവർണേഴ്സ് ഡിലേയിങ് ക്രൂഷ്യൽ ബിൽസ് എ മാറ്റർ ഓഫ് കൺസേൺ സെയ്സ് സുപ്രീം കോർട്ട്. എന്താണ് ഈ ഹെഡ്ലൈൻ അർത്ഥമാക്കുന്നത്? ഗവർണേഴ്സ് ഡിലേയിങ് ക്രൂഷ്യൽ ബിൽസ്. ഡിലേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം താമസിപ്പിക്കുക അല്ലേ. അതൊരു സിമ്പിൾ ആയിട്ടുള്ള വേർഡ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാനത് കൂടുതലായിട്ട് അതിനകത്ത് സ്ട്രെസ് ചെയ്യുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന വേർഡ് ആയതുകൊണ്ട് ഡിലേ മീൻസ് താമസിപ്പിക്കുക. ക്രൂഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർണായകമായിട്ടുള്ള നിർണായകമായ ബില്ലുകൾ. എ മാറ്റർ ഓഫ് കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റർ ഓഫ് കൺസേൺ എന്ന് പറഞ്ഞാൽ ആശങ്കയുള്ള കാര്യം. അപ്പൊ ഗവർണർമാര് നിർണായകമായ ബില്ലുകള് ഡിലേ വരുത്തുന്നത്, താമസിപ്പിക്കുന്നത് ആശങ്കയുളവാക്കുന്ന കാര്യമാണ് എന്ന് സുപ്രീം കോടതി പറയുന്നു. ഇതാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഗവർണേഴ്സ് ഡിലേ ക്രൂഷ്യൽ ബിൽസ് എ മാറ്റർ ഓഫ് കൺസേൺ സേസ് സുപ്രീം കോർട്ട്. ഇനി നമുക്ക് നോക്കാം. CJI asks why government should be made to approach എന്ന് പറഞ്ഞാൽ സമീപിക്കുക. എന്താണ് സമീപിക്കുക? അപ്രോച്ച് മീൻസ് സമീപിക്കുക. ബി മെയ്ഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈസ് ആവാം. ഈസ് മെയ്ഡ് ടു, ആം മെയ്ഡ് ടു, ആർ മെയ്ഡ് ടു, വാസ് മെയ്ഡ് ടു, വേർ മെയ്ഡ് ടു, എന്തും ആവാം. ബി മീൻസ് ഈസ്, ആം, ആർ, വാസ്, വേർ ഏതും വരാം. മെയ്ഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുക എന്നാണ്. അപ്പൊ CJI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചോദിക്കുന്നു, വൈ ഗവൺമെന്റ്സ്, എന്തുകൊണ്ടാണ് ഗവൺമെന്റുകൾ ഷുഡ് ബി മെയ്ഡ് ടു അപ്രോച്ച്, ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നത്. എന്ത് ചെയ്യാൻ? ടു അപ്രോച്ച്, സമീപിക്കാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുന്നത്. ആരെ? ടു അപ്രോച്ച് ദ കോർട്ട് ഫോർ ഗവർണേഴ്സ് ടു ആക്ട്. ഗവർണർ ആക്ട് ചെയ്യേണ്ടതിന് പകരം ഗവർണേഴ്സ് പ്രവർത്തിക്കേണ്ടതിന് പകരം ഗവൺമെന്റുകള് ബി മെയ്ഡ് ടു അപ്രോച്ച് ദ കോർട്ട്, കോടതിയെ സമീപിക്കാൻ നിർബന്ധിക്കപ്പെടേണ്ടി വരുന്നത് എന്തുകൊണ്ട്? വൈ ആസ്ക് CJI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചോദിക്കുന്നു. മനസ്സിലായോ? അപ്പൊ അവിടെ നിങ്ങൾക്ക് ഏത് വേർഡ് കിട്ടി? ബി മെയ്ഡ് ടു എന്ന് പറയുന്ന ഒരു ശൈലി കിട്ടി. ബി മെയ്ഡ് ടു എന്ന് പറഞ്ഞാൽ ഇനി മറക്കരുത്, ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുക. ഞാൻ പോകാൻ നിർബന്ധിക്കപ്പെട്ടു. ഐ വാസ്, ബിക്ക് പകരം ഐ വാസ് മെയ്ഡ് ടു ഗോ. ഞാൻ പോവാൻ, ഐ വാസ് മെയ്ഡ് ടു ഗോ, ഞാൻ പോവാൻ നിർബന്ധിക്കപ്പെട്ടു. ഞാൻ പഠിക്കാൻ നിർബന്ധിക്കപ്പെട്ടു. ഐ വാസ് മെയ്ഡ് ടു സ്റ്റഡി. ഇനി പ്രസന്റിൽ പറയുകയാണെങ്കിൽ അവൾ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു. ഷീ ഈസ് മെയ്ഡ് ടു മാരി. ഷീ ഈസ് മെയ്ഡ് ടു മാരി. അങ്ങനെ ചെയ്യാൻ, കല്യാണം കഴിക്കാൻ നിർബന്ധിക്കപ്പെടും. അപ്പൊ ഈസ് മെയ്ഡ് ടു, ആം മെയ്ഡ് ടു, വാസ് മെയ്ഡ് ടു, ആർ മെയ്ഡ് ടു, വെയർ മെയ്ഡ് ടു, അല്ലെ? ദാറ്റ് മീൻസ് ബി മെയ്ഡ് ടു. ആ ശൈലിനെ മറക്കരുതേ. യെസ്, അപ്പൊ അപ്രോച്ച് കഴിഞ്ഞു. കോർട്ട് ഗവർണേഴ്സ് ആക്ട്. ഇനി ഹി ആഡ്സ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു, മാറ്റേഴ്സ് മസ്റ്റ് ബി സോർട്ടഡ് ഔട്ട്. സോർട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ പരിഹരിക്കുക. മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾ, കാര്യങ്ങൾ, സംഗതികൾ, വിഷയങ്ങൾ. മസ്റ്റ് ബി സോർട്ടഡ് ഔട്ട്, പരിഹരിക്കപ്പെടണം. ബിറ്റ്വീൻ ദം ആൻഡ് CMs, ചീഫ് മിനിസ്റ്റേഴ്സും ഇവരും തമ്മിലുള്ള, അതായത് ഗവർണേഴ്സും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യപ്പെടണം, പരിഹരിക്കപ്പെടണം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ വാർത്തയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ വാർത്തയിൽ ഇങ്ങനെ ഒരു ഭാഗം കാണാം. നമ്മുടെ CJIയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ, അതായത് DY ചന്ദ്രചൂഡിന്റെ ഫോട്ടോ വെച്ചിട്ട് അദ്ദേഹം ആ വാർത്തയുടെ ഉള്ളിൽ വരുന്ന ഒരു ഭാഗം ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്.
ദ ഗവർണേഴ്സ് ഷുഡ് നോട്ട് ബി ഒബ്ലീവിയസ്. ഗവർണർമാർ ഒബ്ലീവിയസ് ആവാൻ പാടില്ല ഓഫ് ദ ഫാക്ട്, വസ്തുതകളുമായി ബന്ധപ്പെട്ട്. വാട്ട് ഈസ് ഒബ്ലീവിയസ്? ഒബ്ലീവിയസ് എന്ന് പറഞ്ഞാൽ മറന്നു പോവുക. ഗവർണേഴ്സ് മറന്നു പോകാൻ പാടില്ല, ഒബ്ലീവിയസ് ആവാൻ പാടില്ല, മറവിയുള്ള വിസ്മൃതിയിലുള്ള ആൾക്കാരാവാൻ പാടില്ല. വിസ്മൃതി എന്നതിന് ഇംഗ്ലീഷിൽ ഇതിന്റെ നൗൺ ആണ് ഒബ്ലീവിയോൺ. ഒബ്ലീവിയോൺ മീൻസ് വിസ്മൃതി. ഒബ്ലീവിയോൺ വിസ്മൃതി. അപ്പൊ ദ ഗവർണേഴ്സ് ഷുഡ് നോട്ട് ബി ഒബ്ലീവിയസ് ഓഫ് ദ ഫാക്ട്. വസ്തുത ഗവർണർമാർ മറന്നു പോകാൻ പാടില്ല. ഏത് വസ്തുത? ദാറ്റ് ദേ ആർ നോട്ട് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. അവർ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല എന്നുള്ള വസ്തുത. ഗവർണർമാർ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല എന്ന വസ്തുത ഗവർണർമാർ മറന്നു പോകരുത്, വിസ്മൃതിയിൽ ആയി പോകരുത്, മറന്നു പോകരുത്. നോട്ട് ബി ഒബ്ലീവിയസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് വാർത്തയുടെ ഉൾഭാഗത്തേക്ക് പോകാം. യെസ്, അപ്പൊ നമ്മുടെ വാർത്തയിലേക്ക് കിടക്കുകയാണ്. ദി സുപ്രീം കോർട്ട് ഓൺ മൺഡേ, സുപ്രീം കോടതി തിങ്കളാഴ്ച എക്സ്പ്രസ്ഡ്, പ്രകടിപ്പിച്ചു അക്യൂട്ട് ഡിസ്പ്ലഷർ. അക്യൂട്ടായിട്ടുള്ള ഡിസ്പ്ലഷർ. ഡിസ്പ്ലഷർ എന്ന് പറഞ്ഞാൽ അതൃപ്തി. അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കനത്ത, തീവ്രമായിട്ടുള്ള, തീക്ഷ്ണമായ, അതിയായ. അപ്പൊ നോക്കിയേ, അക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിയായ അസന്തുഷ്ടി. ഇല്ല, അക്യൂട്ട് അതിയായ, തീക്ഷ്ണമായ അക്യൂട്ട്. ഡിസ്പ്ലഷർ അസന്തുഷ്ടി. എക്സ്പ്രസ് പ്രകടിപ്പിക്കുക. അപ്പോൾ പ്രകടിപ്പിച്ചു അല്ലെ. സുപ്രീം കോടതി കോർട്ട് ഓൺ മൺഡേ, സുപ്രീം കോടതി തിങ്കളാഴ്ച എക്സ്പ്രസ്ഡ് പ്രകടിപ്പിച്ചു അക്യൂട്ട് ഡിസ്പ്ലഷർ, അതിയായ അതൃപ്തി, നീരസം, തൃപ്തിക്കുറവ്. എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? അറ്റ് ഗവർണേഴ്സ് ഹോൾഡിംഗ് ബാക്ക്. ഗവർണർമാര് തടഞ്ഞു വെക്കുന്നു. ഹോൾഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കുക. ഹോൾഡ് ബാക്ക്, എന്തെങ്കിലും ഒരു കാര്യത്തെ തടഞ്ഞു വെക്കുക. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിൽ നിന്ന് നമ്മളെ തടഞ്ഞു വെക്കുന്നത്, ആ പ്രവൃത്തി ചെയ്യാതിരിക്കാൻ വേണ്ടി തടഞ്ഞു വെക്കുന്നത്, അതും ഹോൾഡ് ബാക്ക് ആണ്. ഹോൾഡ് ബാക്കിന്റെ പാസ്റ്റ് നിങ്ങൾക്കറിയാം, ഹെൽഡ് ബാക്ക് ആണ്. അപ്പൊ ഇവിടെ ഗവർണർമാർ തടഞ്ഞു വെക്കുക എന്ത്? കീ ബിൽസ്, ബില്ലുകൾ. കീ മീൻസ് നിർണായകമായ, കീ ബിൽസ് നിർണായകരമായിട്ടുള്ള പ്രധാനപ്പെട്ട കീ ബിൽസുകൾ, പ്രധാനപ്പെട്ട ബില്ലുകൾ. എസ്പെഷ്യലി പ്രത്യേകിച്ചും ഇൻ നോൺ BJP റൂൾഡ് സ്റ്റേറ്റ്സ്, BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെ, പ്രത്യേകിച്ചും BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ബില്ലുകൾ ഗവർണർമാര് തടഞ്ഞു വെക്കുന്നതിൽ സുപ്രീം കോടതി അക്യൂട്ട് ഡിസ്പ്ലഷർ എക്സ്പ്രസ് ചെയ്തു, പ്രകടിപ്പിച്ചു. ഉദാഹരണമായിട്ട് പഞ്ചാബ്, തമിഴ്നാട് ആൻഡ് കേരള ആൻഡ് തെലുങ്കാന. പഞ്ചാബ്, തമിഴ്നാട്, കേരള, തെലുങ്കാന, നമുക്കറിയാം ഈ സ്റ്റേറ്റുകളൊന്നും BJP അല്ല ഭരിക്കുന്നത്. അപ്പൊ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ലാത്ത സംസ്ഥാനങ്ങളിലെ അവിടുത്തെ ആ സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട ബില്ലുകൾ തടഞ്ഞു വെക്കുന്ന ഒരു രീതി ഗവർണർമാർക്കുണ്ട്. ആ രീതിയാണ് സുപ്രീം കോടതി എന്ത് ചെയ്തത്? അതിയായ തീക്ഷ്ണമായ അക്യൂട്ട് ആയിട്ടുള്ള ഡിസ്പ്ലഷർ കാണിക്കുന്നത് അല്ലേ. ഓക്കെ. Until state governments approach the top court for judicial intervention. ഏതുവരെയാ? ഈ പറയുന്ന ഗവൺമെന്റുകള് സുപ്രീം കോടതിയിൽ ജുഡീഷ്യൽ ഇന്റർവെൻഷന്, അതായത് നിയമപരമായിട്ടുള്ള കോടതി ഇടപെടലിന് വേണ്ടി സമീപിക്കുന്നത് വരെ, സുപ്രീം കോടതിയിൽ പോകുന്നത് വരെ ഈ വിഷയങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ദിസ് ഈസ് എ സീരിയസ് ഇഷ്യൂ. ഇതൊരു വളരെ ഗൗരവമായിട്ടുള്ള ഇഷ്യൂ ആണ്. വി ഷുഡ് ലുക്ക് ഇൻ ടു, നമ്മൾ ലുക്ക് ഇൻ ടു ചെയ്യേണ്ട. ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക, നോക്കി മനസ്സിലാക്കുക. അപ്പൊ ഇത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. വൈ ഷുഡ് പാർട്ടീസ് ബി മെയ്ഡ് ടു, എന്തുകൊണ്ടാണ് പാർട്ടീസ് നിർബന്ധിക്കപ്പെടുന്നത്? ബി മെയ്ഡ് ടു അപ്രോച്ച്, സമീപിക്കാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുന്നു. നമ്മൾ തുടക്കത്തിൽ പഠിച്ചു ബി മെയ്ഡ് ടു എന്താന്നുള്ളത്. നമ്മൾ തുടക്കത്തിൽ പഠിച്ചു ബി മെയ്ഡ് ടു എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുക, ടു ബി ഫോഴ്സ്ഡ് ടു ഡു സംതിങ്. എന്തിനു വേണ്ടിയിട്ടാണ് നിർബന്ധിക്കപ്പെടുന്നത്? ടു അപ്രോച്ച് ദി സുപ്രീം കോർട്ട്, സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യാൻ, സമീപിക്കാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുന്നത്. ഫോർ ദി ഗവർണേഴ്സ് ടു ആക്ട്, ഗവർണർമാർ പ്രവർത്തിക്കുന്നതിന് പകരമായിട്ട്. വി ആർ ഡെമോക്രസി, വി ആർ എ ഡെമോക്രസി ഇൻ ഓപ്പറേഷൻ, ഭരണ നിലപാടിൽ അല്ലെങ്കിൽ ഇൻ ഓപ്പറേഷൻ, ഘടനയിൽ. ഇൻ ഓപ്പറേഷൻ മീൻസ് അതിന്റെ ഘടനയിൽ, അതിന്റെ ഭരണഘടന അല്ലെങ്കിൽ ഭരണരീതി. ഇൻ ഓപ്പറേഷൻ ഘടന അല്ലെങ്കിൽ അതിന്റെ രീതിയിൽ
നമ്മൾ ഒരു ജനാധിപത്യ രാജ്യമാണ്. വി ആർ എ ഡെമോക്രസി. നമ്മളൊരു ജനാധിപത്യ സംവിധാനമാണ്. അതിൻ്റെ ഘടന വെച്ച് നോക്കുമ്പോൾ, ഓപ്പറേഷൻ വെച്ച് നോക്കുമ്പോൾ, സിൻസ് എന്നിട്ട് എപ്പം മുതൽ? സിൻസ് ദ ബർത്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ജന്മം മുതൽ. അത് ഭരണഘടന ആരംഭിക്കുന്നത് മുതൽ നമ്മളുടെ സംവിധാനം എന്ന് പറയുന്നത് ഇറ്റ്സ് ഡെമോക്രസി ഇൻ ഇറ്റ്സ് ഓപ്പറേഷൻ, റൈറ്റ്? എന്നിട്ട് ദീസ് ആർ മാറ്റേഴ്സ് ടു ബി സോർട്ടഡ് ഔട്ട്. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കേണ്ട, സോർട്ട് ഔട്ട് ചെയ്യേണ്ട, അല്ലെ? സോർട്ട് ഔട്ട് മീൻസ് പരിഹരിക്കുക, സോർട്ട് ഔട്ട് ചെയ്യേണ്ട വിഷയമാണ് വിത്തിൻ ദി ഗവർണേഴ്സ് ആൻഡ് ചീഫ് മിനിസ്റ്റേഴ്സ്, ഗവർണർമാരും ചീഫ് മിനിസ്റ്റർമാരും തമ്മിലുള്ള. വി വിൽ എൻഷ്യൂർ, ഞങ്ങൾ ഉറപ്പു തരും, that the constitution is complied with. comply എന്ന് പറഞ്ഞാൽ എന്താ? എൻഷുർ, ഉറപ്പുവരുത്തുക. ഞങ്ങൾ ഉറപ്പുവരുന്നു. കംപ്ലൈ എന്ന് പറഞ്ഞാൽ അനുസരിക്കുക, അനുസരിച്ച് പ്രവർത്തിക്കുക. ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. We will ensure that the constitution is complied with. complied with. comply അല്ല, അതിന്റെ പാസ്റ്റ് ആണ് complied with. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞത് അല്ലെ, ആരാ പറയുന്നത്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഡോക്ടർ വൈ ചന്ദ്രചൂഡാണ്. അദ്ദേഹം ഹെഡിങ് 3 ജഡ്ജ് ബെഞ്ച് ഒബ്സർവർ. 3 ആളടങ്ങുന്ന, 3 ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചിന്റെ തലവനാണ്, ഹെഡ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം നിരീക്ഷിച്ചു, ഒബ്സർവ് ചെയ്തു. ഒബ്സർവ് മീൻസ് നിരീക്ഷിച്ചു. ഇനി ഒരു സബ് ഹെഡിങ് തന്നിട്ട് അടുത്ത ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഡു സോൾ സെർച്ചിങ്. സോൾ സെർച്ചിങ് ചെയ്യണം. അപ്പൊ അദ്ദേഹം പറഞ്ഞതിൽ ഒരു ഹൈലൈറ്റഡ് ആയിട്ട് ഒരു പോയിന്റ് ദ ഹിന്ദു ന്യൂസ് പേപ്പർ എടുത്ത് കാണിക്കുകയാണ്. ഡു സോൾ സെർച്ചിങ്. സോൾ സെർച്ചിങ് ചെയ്യൂ. വാട്ട് ഈസ് സോൾ സെർച്ചിങ്? ആത്മപരിശോധന നടത്തുന്നതിനെയാണ് സോൾ സെർച്ചിങ് എന്ന് പറയുന്നത്. സോൾ സെർച്ചിങ് മീൻസ് ആത്മപരിശോധനയാണ്. ദ ചീഫ് ജസ്റ്റിസ് said it was time everybody, including governors and chief ministers, did a little bit of soul searching. ഗവർണേഴ്സും അതുപോലെ മറ്റു ചീഫ് മിനിസ്റ്റേഴ്സും ഒക്കെ എല്ലാവരും ഒരു ആത്മപരിശോധന, സോൾ സെർച്ചിങ് നടത്തേണ്ട സമയമാണ് എന്ന് കൂട്ടിച്ചേർക്കുന്നു. ദ ഗവർണർമാർ ഷുഡ് നോട്ട് ബി ഒബ്ലീവിയസ്. മറന്നു പോകാൻ പാടില്ല, ഒബ്ലീവിയസ് ആവാൻ പാടില്ല. അവര് വിസ്മൃതിയിലാവാൻ പാടില്ല. എന്ത് വിസ്മൃതിയിലാവാൻ പാടില്ല? ദ ഫാക്ട്, വസ്തുത മറന്നു പോകാൻ പാടില്ല. എന്താ വസ്തുത? ദേ നോട്ട് എലക്റ്റഡ് ബൈ ദ പീപ്പിൾ. അവര് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. ഹി നോട്ടഡ്, അദ്ദേഹം സൂചിപ്പിച്ചു. ദ ബെഞ്ച് വാസ് ഹിയറിംഗ്. ബെഞ്ച് കേൾക്കുകയായിരുന്നു, ഹിയറിംഗ് നടത്തുകയായിരുന്നു. പെറ്റീഷൻ, പരാതി ഫയൽ വിത്ത് പഞ്ചാബ് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള, ഫയൽ ചെയ്തിട്ടുള്ള ഒരു പരാതി കേൾക്കുന്ന സമയത്താണ് ഈ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അല്ലെ? ഗവൺമെന്റ് അക്യൂസിങ്, എന്തുമായി ബന്ധപ്പെട്ട പരാതിയായിരുന്നു പഞ്ചാബിന്റെ? അക്യൂസിങ് ദ ഗവർണർ ഓഫ് സിറ്റിംഗ് ഓൺ 7 key bills. അതായത് 7 key ബില്ലുകളുമായി ബന്ധപ്പെട്ട സെറ്റിംഗിൽ ഗവർണറുടെ നിലപാടുമായി ബന്ധപ്പെട്ട പരാതി. അതില് കീ ബിൽസ് റിലേറ്റഡ് ടു സബ്ജക്ട്സ് ഇൻക്ലൂഡിംഗ് ഫിസ്ക്കൽ, അതായത് ഫിസ്ക്കലുമായി ബന്ധപ്പെട്ടതും സ്റ്റേറ്റ് അഫിലിയേറ്റഡ് കോളേജുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള 7 കീ ബില്ലുകളിൽ അവിടുത്തെ ഗവർണറുടെ നിലപാട്, അതിന്റെ സിറ്റിംഗ്സിൽ ഗവർണർ ചെയ്തിട്ടുള്ള നിലപാടിനെ ആരോപിച്ചുകൊണ്ടുള്ള പരാതിയിന്മേലാണ് ഈ ബെഞ്ച് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഫിസ്ക്കൽ മീൻസ് നികുതി സംബന്ധമായിട്ടുള്ള. ഇത്രയുമാണ് ഈ വാർത്ത. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച വേർഡ്സുകൾ: 1 ക്രൂഷ്യൽ, നിർണായകമായ; 2 മാറ്റർ ഓഫ് കൺസേൺ, ആശങ്കയുടെ കാര്യം; 3 ഒബ്ലീവിയസ്, മറവിയുള്ള, വിസ്മൃതിയുള്ള, ഒബ്ലിവിയൻ, വിസ്മൃതി; എക്സ്പ്രസ്, പ്രകടിപ്പിക്കുക; അക്യൂട്ട്, തീക്ഷ്ണമായ; അതിയായ, അക്യൂട്ട്. ഓക്കെ. ഡിസ്പ്ലഷർ, അസന്തുഷ്ടി, നീരസം, തൃപ്തി കുറവ്; ഹോൾഡ് ബാക്ക്, തടഞ്ഞു വെക്കുക; ജുഡീഷ്യൽ ഇന്റർവെൻഷൻ, കോടതി ഇടപെടൽ; ലുക്ക് ഇൻടു, പരിശോധിക്കുക, നോക്കി മനസ്സിലാക്കുക; ബി മേഡ് ടു ചെയ്യാൻ പ്രേരിപ്പിക്കുക; ടു ബി ഫോഴ്സ്ഡ് ടു ഡു സംതിങ്; സോർട്ട് ഔട്ട്, പരിഹരിക്കുക, ശരിയാക്കുക; എൻഷുർ, ഉറപ്പുവരുത്തുക; കംപ്ലൈ, അനുസരിക്കുക, അനുസരിച്ച് പ്രവർത്തിക്കുക; ഒബ്സർവ്, നിരീക്ഷിച്ചു; സോൾ സെർച്ചിങ്, ആത്മപരിശോധന; ഒബ്ലീവിയസ്, മറവിയുള്ള, വിസ്മൃതിയുള്ള; ഒബ്ലിവിയോൺ, വിസ്മൃതി നേരത്തെ പറഞ്ഞതാണ് അല്ലെ. ഫിസ്ക്കൽ, നികുതി സംബന്ധമായിട്ടുള്ള ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗുഡ് ഡേ.